ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് വാഷിനെ പറ്റിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ ചോദിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ് വാഷ് തന്നെയാണോ നിങ്ങൾ ഈ ഫേസിലേക്ക് ഉപയോഗിക്കുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള ഫേസ് വാഷാണോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്താ ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് തെറ്റായ രീതിയിലാണ് ഇപ്പോൾ ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫേസ് വാഷ് തന്നെയല്ല നമ്മൾ ഫേസിലേക്ക് ഉപയോഗിക്കുന്നത്, ഈ സോപ്പായിട്ടും അതേപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസുകളൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ സോപ്പ് നമ്മുടെ ഫേസിലേക്ക് ഇട്ടാലുള്ള ഭയങ്കര പണി കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഫേസ് വാഷ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് നമുക്ക് റെഡിയാക്കി തന്നതെന്ന് വെച്ചാൽ ഈ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആകാനും അതേപോലെ നമുക്ക് പിമ്പിൾസും കാര്യങ്ങളും അതുപോലത്തെ പിമ്പിൾസൊക്കെ വരാനുള്ള നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സോപ്പൊക്കെ ഒഴിവാക്കാൻ തന്നെ പറയുന്നത്. ഈ ഫേസ് വാഷ് തന്നെ നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ നമ്മുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഫേസ് വാഷുകൾ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള ഫേസ് വാഷുകളൊക്കെ ഉപയോഗിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മീഡിയം ടോൺ സ്കിൻ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓയിൽ സ്കിന്നുകാരുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഡ്രൈ സ്കിന്നുകാരുകളെയും ഉപയോഗിക്കുന്നതിനും ഒരു പ്രശ്നമില്ല കേട്ടോ. അതുകൊണ്ടാണ് മീഡിയം സ്കിൻ ടോൺ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മുഖത്ത് ഓയിലി ആയിട്ടോ ഭയങ്കര ഡ്രൈ ആയിട്ടോ എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഫേസ് വാഷുകൾ ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് തന്നെയാണെന്ന് ചോദിച്ചത്. പല ആൾക്കാർ ഇപ്പം സോപ്പ് അതേപോലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിന് വരുന്ന നമുക്ക് ദോഷമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് പിമ്പിൾസ്, റിങ്കിൾസ്, അതേപോലെ മുഖത്ത് കുറച്ച് വെള്ളപ്പാടുകൾ, ഭയങ്കര ഡ്രൈനെസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത് ഒന്നാമത് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ സോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുളിക്കാൻ മാത്രമാക്കിയിട്ടാണ് അവർ തരുന്നത്. ഈ ഫേസിലേക്ക് നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറൊക്കെ റെക്കമെൻഡൊക്കെ ചെയ്തിട്ട് നമുക്ക് പിമ്പിൾസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഫേസിലുണ്ടെങ്കിൽ മാത്രമേ അവർ ഡോക്ടർ നമുക്ക് തരുമ്പോൾ മാത്രം നമ്മൾ ഈ ഫേസിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വന്തം കാര്യത്തിലൂടെ തന്നെ പോയിട്ട് ഫേസ് സോപ്പുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ദോഷകരമായിട്ട് നമുക്ക് വരാറുള്ളൂ. അപ്പോൾ ഞാൻ സോപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് എന്ന് വെച്ചാൽ നമ്മുടെ മമ്മായിരുന്നു ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഹിമാലയയുടെ ഫേസ് വാഷുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നത് വെച്ചാൽ നമ്മുടെ പയറുപൊടി, കടലപ്പൊടി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും ഈ കടലപ്പൊടിയും അതുപോലെ പയറുപൊടിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വീണ്ടും ഡ്രൈ ആകാനുള്ള സാധ്യത. ആ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ നമ്മൾ 1 മിനിറ്റ് നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. അതേപോലെ ഭയങ്കര റബ്ബായിട്ടുള്ള നല്ല ടവൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് തുടക്കാൻ പാടില്ല. ഒന്ന് ഒപ്പിയതിന് ശേഷം ഡ്രൈ നനവോടുകൂടി നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസർ ആക്കുക. നമ്മുടെ സ്കിന്നായിക്കോട്ടെ നമ്മുടെ ഫേസ് ആയിക്കോട്ടെ കേട്ടോ. അതേപോലെ തന്നെ പറയാനുള്ള വെച്ചാൽ നമ്മുടെ ഈ ഫേസ് വാഷിൽ നമ്മുടെ ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഓയിൽ സ്കിന്നുകാരാണോ, ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റണോ, അല്ലെങ്കിൽ മീഡിയം സ്കിൻ ടോണുകാർക്ക് പറ്റണോ, ഓൾ സ്കിൻ ടൈപ്പ് അതുപോലെ മീഡിയം സ്കിന്നുകാർക്ക് എല്ലാ സ്കിന്നിനും പറ്റുന്നതാണോ എന്നൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഫേസ് വാഷുകളൊക്കെ വാങ്ങിക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫേസ് വാഷുകളൊക്കെ ഇവിടെ ഇട്ട് തരാം. അപ്പോൾ ഓയിൽ സ്കിന്നുകാരുടെയും അതുപോലെ ഡ്രൈ സ്കിന്നുകാരുടെയും ഫേസ് വാഷുകളൊക്കെ കുറച്ച് ഇട്ട് തരാം. അപ്പോൾ ഞാൻ ഇതൊക്കെ റെക്കമെൻഡ് ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങളത് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കണമെന്നില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിച്ച് തുടങ്ങുക. എന്തായാലും ഈ സോപ്പ് തന്നെ നിങ്ങൾ ആദ്യം തന്നെ ഒഴിവാക്കി. ഈ സോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഭയങ്കര ഡ്രൈനെസ് ആണ് നമുക്ക് ഫേസിലേക്ക് വരുന്നത്. അപ്പം തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓയിൽ സ്കിന്നുകാരുടെയും ഡ്രൈ സ്കിന്നുകാരുടെയും ഫേസ് വാഷുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കാരണം വെച്ചാൽ ഓയിൽ സ്കിന്നുകാരുടെ ഫേസ് വാഷ് ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കാറുണ്ട്, ഡ്രൈ സ്കിന്നുകാരുടെ ഫേസ് വാഷ് ഓയിൽ സ്കിന്നുകാർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് വരുന്ന പ്രശ്നം വെച്ചാൽ ഭയങ്കര ഡ്രൈനെസ്സും, ചിലപ്പോൾ ഓയിൽ സ്കിന്നുകാരുടെ ഫേസ് വാഷ് നമ്മൾ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിച്ചാൽ ഭയങ്കര ഡ്രൈനെസ് ആകുകയും ചെയ്യും. അതിൽ ഡ്രൈ സ്കിന്നുകാർ ഓയിൽ സ്കിന്നുകാർ ഇതാകും ഭയങ്കര ഓയിലി ആയിട്ടാണ് ഉണ്ടാവും. പിമ്പിൾസും കാര്യങ്ങളും ഒരു ഭയങ്കര ഡ്രൈനെസ്സും അങ്ങനത്തെ ഭയങ്കരമുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സ്കിന്നിൽ വരാണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടർക്ക് പോയിട്ട് ഭയങ്കര ട്രീറ്റ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ളത് അതേപോലെ തന്നെ ചെയ്യുക. അല്ലാതെ ഓയിൽ സ്കിന്നുകാരുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കാൻ പാടില്ല. അവർക്ക് ഡ്രൈനെസ്സും ഓയിൽ കുറേ ഓയിൽ മാറിയിട്ട് നമ്മൾ ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് അവർ പ്രൊഡക്ട്സ്. ഓയിൽ സ്കിന്നുകാർ കുറച്ച് ജെൽ ടൈപ്പായിട്ടുള്ള ഫേസ് വാഷുകളൊക്കെ ഉപയോഗിക്കുക. ഡ്രൈ സ്കിന്നുകാർ കുറച്ച് മോയ്സ്ചറൈസ് ആയിട്ട് ഒരു ലോഷനോ അതുപോലത്തെ ക്രീം പോലത്തെ ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നന്നായി.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫേസ് വാഷിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഒന്നും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.